കാസർഗോഡ് 2 കോൺഗ്രസ് പ്രവർത്തകരെ വെട്ടിക്കൊന്നു. കൃപേഷ്, ജോഷി എന്നിവരാണ് വെട്ടേറ്റ് മരിച്ചത്. കൊലയ്ക്ക് പിന്നിൽ CPM എന്ന് കോൺഗ്രസ് ആരോപിച്ചു. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് നാളെ കാസർഗോഡ് ജില്ലയിൽ കോൺഗ്രസ് ഹർത്താലിന് ആഹ്വാനം ചെയ്തു. വിവരങ്ങളുമായി ഷബീർ ഉണ്ട്. ഷബീർ, ഈ രണ്ടുപേരുടെയും കൊലയ്ക്ക് പിന്നിൽ CPM ആണെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഇതിന് ഏത് രീതിയിലുള്ള മറുപടിയാണ് CPM കൊടുത്തിരിക്കുന്നത്? ഈ പ്രതികളെ കുറിച്ച് എന്തെങ്കിലും വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? സന്ധ്യ, ഈ കല്യാട്ട് എന്ന് പറഞ്ഞ പ്രദേശം കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമാണെന്നാണ് CPMന്റെ മറുവാദം. കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രത്തിൽ കയറി 2 കോൺഗ്രസ് പ്രവർത്തകരെ വെട്ടിക്കൊലപ്പെടുത്തി CPM വെട്ടിക്കൊലപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അത് അസംബന്ധമാണെന്നാണ് CPM വിശദീകരണം. കൃപേഷ്, കല്യാട്ട് സ്വദേശി കൃപേഷ്, ശരത്, ജോഷി എന്ന ശരത്ലാൽ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. കോൺഗ്രസ് ആരോപിക്കുന്നത് CPM തന്നെയാണ് കൊലയ്ക്ക് പിന്നിലെന്നാണ്. കാരണം ഈ ശരത്ലാൽ എന്ന ജോഷി നേരത്തെ CPM നേതാവിനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ 1-ാം പ്രതിയായിരുന്നു. ആ കേസിൽ ശിക്ഷ അനുഭവിച്ച ആളാണ് കൊല്ലപ്പെട്ട ശരത്ലാൽ എന്ന ജോഷി. ഇവർ രണ്ടുപേരും ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ കാറിലെത്തിയ സംഘം ഇടിച്ചു വീഴ്ത്തിയതിനു ശേഷം വെട്ടുകയായിരുന്നു എന്നതാണ് അറിയാൻ കഴിഞ്ഞത്. വെട്ടേറ്റ് തല പിളരുന്ന അവസ്ഥയിലേക്ക്, ശരത്ലാലിന്റെയും ജോഷിയുടെയും തല പിളരുന്ന അവസ്ഥയിലേക്ക് എത്തി എന്നാണ് അറിയാൻ കഴിയുന്നത്. രണ്ടുപേരും കൊല്ലപ്പെട്ടു. രണ്ടുപേരുടെയും മൃതദേഹം ഇപ്പോൾ കാസർഗോഡ് ജനറൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നാളെ രാവിലെ മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും തുടർന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പരിയാരം മെഡിക്കൽ കോളേജിലായിരിക്കും നടത്തുക. ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രകടനം നടത്തുകയാണ്. വാഹനങ്ങൾ തടയുകയും വാഹനയാത്രക്കാരെ ആക്രമിക്കുകയും അടക്കമുള്ള നടപടികളിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ കടന്നിരിക്കുകയാണ്. അക്രമാസക്തരായ പ്രവർത്തകരാണ് ഇപ്പോൾ പ്രകടനം നടത്തുന്നത്. LDF യാത്രയുടെ പ്രചരണ ബോർഡുകളടക്കം വ്യാപകമായി നശിപ്പിക്കുകയും വാഹനയാത്രക്കാരെ തടഞ്ഞു നിർത്തുകയും ആക്രമിക്കുകയും വാഹനങ്ങളുടെ ചാവി. നാളെ കോൺഗ്രസ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ജില്ലയിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇതോടനുബന്ധിച്ച് എന്തെല്ലാം സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഏർപ്പെടുത്തിയിട്ടുള്ളത്? സന്ധ്യ, തീർച്ചയായും അതിസുരക്ഷയാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കാരണം കോൺഗ്രസ് പ്രവർത്തകർ വൈകാരിക തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോഴേ നഗരത്തിൽ പ്രകടനം നടത്തുന്ന പ്രവർത്തകർ ഇപ്പോഴേ നഗരത്തിൽ ചെറിയ വാഹനങ്ങൾ, വളരെ കുറച്ച് വാഹനങ്ങൾ മാത്രമേ ഇപ്പോൾ റോഡുകളിലുള്ളൂ. ആ വാഹനങ്ങളെ പോലും കടത്തിവിടാതെ വാഹനങ്ങൾ തടഞ്ഞു നിർത്തുകയും ബൈക്ക് യാത്രികരെ മർദ്ദിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. തുറന്നു വെച്ച പമ്പുകൾ നിർബന്ധപൂർവ്വം അടപ്പിക്കുകയും അത്തരത്തിലുള്ള നടപടിയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ കടന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പോലീസിന്റെ നേതൃത്വത്തിൽ വളരെ അതിശക്തമായ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. പോലീസ് വളരെ ജാഗ്രത പാലിക്കുന്നുണ്ട്. സന്ധ്യ, ഈ രണ്ടുപേരുടെയും കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചതിനെ സംബന്ധിച്ച് ആരാണെന്നത് സംബന്ധിച്ച് പോലീസിന് വല്ല സൂചനയും ലഭിച്ചിട്ടുണ്ടോ? ഏത് രീതിയിലാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്? അത്തരത്തിലുള്ള സൂചനകളൊന്നും പോലീസ് കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ചില്ല. ഇത്തരത്തിൽ കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നതടക്കമുള്ള ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ. CPM ആണെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിൽ CPM ആണ് കൊലയ്ക്ക് പിന്നിലെന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ല. രണ്ടുപേരും അവിടെ പ്രാദേശിക തലത്തിൽ ഒരു ഉത്സവത്തിന് വേണ്ടി ഒരു യോഗം വിളിച്ചിരുന്നു. ആ യോഗത്തിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടയ്ക്കായിരുന്നു ആക്രമണം ഉണ്ടായത്. അത്തരത്തിലുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. സന്ധ്യ, ശരി. ഷബീർ ഒമറാണ് വിവരങ്ങൾ നൽകുന്നത്. കാസർഗോഡ് നിന്ന് 2 കോൺഗ്രസ് പ്രവർത്തകരെ വെട്ടിക്കൊന്നിരിക്കുന്നു. കൃപേഷ്, ജോഷി എന്നിവരാണ് വെട്ടേറ്റ് മരിച്ചത്. കൊലയ്ക്ക് പിന്നിൽ CPM ആണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. എന്നാൽ ഇത് രാഷ്ട്രീയ ആരോപണം മാത്രമാണെന്നാണ് CPM പറയുന്നത്. എന്തായാലും കോൺഗ്രസ് നാളെ ജില്ലയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും കോൺഗ്രസ് പ്രവർത്തകർ കാസർഗോഡ് ജില്ലയിൽ പലയിടത്തും പ്രതിഷേധിക്കുകയാണ്. CPMന്റെ കേരള യാത്രയുടെ ബോർഡുകളെല്ലാം നശിപ്പിച്ചുകൊണ്ടാണ് അവർ പ്രകടനം നടത്തുന്നതെന്നാണ് ഷബീർ അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. കാസർഗോഡ് നടന്നത് CPMന്റെ ആസൂത്രിത കൊലപാതകമെന്ന് രമേശ് ചെന്നിത്തല. ഭരണത്തിന്റെ തണലിൽ പാർട്ടി ഗുണ്ടകളെ ഉപയോഗിച്ച് കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. ഉത്തരവാദികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് പോലീസ് നിഷ്ക്രിയമാണെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. ഈ കൊലപാതകത്തിന്റെ പിന്നിൽ CPM ആസൂത്രിതമായി നടത്തിയതാണ് എന്നാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയ വിവരം. ഭരണത്തിന്റെ തണലിൽ ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട്, പാർട്ടി ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് വേണം ഇതിനെ കാണുവാൻ. പോലീസിനെ നിർവീര്യമാക്കിക്കൊണ്ട് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ നടക്കുന്ന കൊലപാതക പരമ്പരയുടെ ഭാഗമാണിത്. ഇത് ശക്തമായി തന്നെ നേരിടാൻ കോൺഗ്രസ് പാർട്ടി UDF മുന്നോട്ട് വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്.
CPMന്റെ സ്റ്റാലിനിസ്റ്റ് സ്വഭാവത്തിന്റെ ഇരകളാണ് കാസർഗോഡ് കൊല്ലപ്പെട്ട 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിയുടെ വീഴ്ചയുടെ ഫലമായാണ് കൊലപാതകമെന്നും മുല്ലപ്പള്ളി ആരോപിച്ചു. ഈ കൊലപാതകത്തിന് പിന്നിൽ പ്രാഥമികമായി ഞങ്ങൾ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആസൂത്രിതമായ ഗൂഢാലോചന ഫലമായിട്ടാണ് ഈ കൊലപാതകം നടന്നത്. ഇതിലെ പ്രതികൾ അറിയപ്പെടുന്ന ആ പ്രദേശത്തെ ക്രിമിനലുകളും കുറ്റവാളികളും തന്നെയാണ്. ഈ സംഭവത്തെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ഉത്തരം പറഞ്ഞേ മതിയാവുള്ളൂ. ഈ കുട്ടികളെ കുറിച്ച് ഞാൻ അന്വേഷിക്കേണ്ടായി. ഇവർ രണ്ടും നിരപരാധികളാണ്, നിഷ്കളങ്കരാണ്. ആ കുട്ടികളെ കൊലപ്പെടുത്താനുള്ള കാരണം എന്താണെന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കേണ്ടതുണ്ട്. കോൺഗ്രസ് സ്വാധീനമുള്ള പ്രദേശത്ത് മേധാവിത്വമുണ്ടാക്കാൻ CPM ഇതര ഗ്രാമങ്ങളിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്നാണ് കൊലപാതകം നടത്തിയതെന്ന് കാസർഗോഡ് DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ. കണ്ണൂർ മോഡൽ ആക്രമണം കാസർഗോഡും വ്യാപിപ്പിക്കാനാണ് ശ്രമമെന്നും DCC പ്രസിഡന്റ് ആരോപിച്ചു. CPMന്റെ മേധാവിത്വമില്ലാതെ എന്നാൽ കോൺഗ്രസിന് വളരെ മൃഗീയമായ ആധിപത്യമുള്ള ഒരു പ്രദേശത്ത് അവിടെ മേധാവിത്വം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി CPM ഇതര ഗ്രാമങ്ങളിൽ നിന്നും അവിടെ ആ പ്രദേശത്തേക്ക് പാർട്ടി നേതാക്കന്മാരെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു പ്രോസസ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ആരംഭിച്ചിരിക്കുകയാണ്. ഞാൻ ശ്രീ കൃപേഷിന്റെ ബോഡി കണ്ടതാണ്. അദ്ദേഹത്തിന്റെ ബോഡി കണ്ടാൽ തന്നെ മനസ്സിലാക്കും വളരെ വികൃതമായിക്കൊണ്ട് ഒരു കണ്ണൂർ മോഡൽ തരത്തിലുള്ള ഒരു അക്രമമാണ്, പിന്നെ ആസൂത്രിതമായി ചെയ്ത ഒരു കൊലപാതകമാണ് ഈ സംഭവങ്ങളിലേക്ക് കലാശിച്ചത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകത്തിൽ പങ്കില്ലെന്ന് CPM. കോൺഗ്രസ് രാഷ്ട്രീയ പ്രേരിതമായാണ് ആരോപണം ഉന്നയിക്കുന്നത്. കൊലപാതകത്തിന് രാഷ്ട്രീയ മാനമുണ്ടെന്ന് കരുതുന്നില്ലെന്നും CPM നേതാവ് VPP മുസ്തഫ പറഞ്ഞു. കോൺഗ്രസിന്റേത് തീർത്തും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു ആരോപണം മാത്രമാണ്. തീർച്ചയായിട്ടും അവിടെ നടന്നിട്ടുള്ള കൊലപാതകം ദൗർഭാഗ്യകരമാണ്. പക്ഷെ കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനയിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടുള്ളവർ തന്നെ ഉൾപ്പെട്ടിട്ടുള്ള ധാരാളം അക്രമ സംഭവങ്ങൾ ആ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട്. അത് രാഷ്ട്രീയം മാത്രമല്ല. കാരണം എപ്പോഴും മറ്റു പലതരത്തിലുമുള്ള സാമൂഹ്യ ദ്രോഹപരമായിട്ടുള്ള ഇടപെടലുകൾ ഇതിൽ ഉൾപ്പെടുന്ന ഒരു ഗ്യാങ്ങിൽ ആ പ്രദേശത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കാറുണ്ട്. പുൽവാമ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ജവാന്മാർക്ക് ഒമാനിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ ആദരാഞ്ജലി. മസ്കത്ത് ഇന്ത്യൻ എംബസിയുടെ ആഭിമുഖ്യത്തിൽ എംബസി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള 100 കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ത്യൻ സൈനികർക്കായി മസ്കത്ത് ഇന്ത്യൻ എംബസിയിൽ പ്രാർത്ഥനാ സദസ്സ് സംഘടിപ്പിച്ചു. ഭീകരാക്രമണം ഞെട്ടിപ്പിക്കുന്ന സംഭവമാണെന്നും അതിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിലെത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇന്ത്യൻ സർക്കാർ നടത്തുമെന്നും ഇന്ത്യൻ അംബാസിഡർ മുനു മഹാവർ പറഞ്ഞു. ഭീകരതയെ ഒമാനടക്കം എല്ലാ രാജ്യങ്ങളും അപലപിച്ചു. ഒമാൻ സർക്കാർ നൽകിയ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുന്നതായും അംബാസിഡർ പറഞ്ഞു. A number of messages of support from many countries. We are thankful to the government of Oman, which has also condemned this attack and expressed its solidarity with India. ഇന്ത്യൻ സ്ഥാനപതിയോടൊപ്പം മസ്കത്തിലെ ഇന്ത്യൻ സമൂഹത്തിനു വേണ്ടി സോഷ്യൽ ക്ലബ് ചെയർമാൻ ഡോക്ടർ സതീഷ് നമ്പ്യാരും തിരികൾ തെളിയിച്ചു. ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ജവാന്മാർക്ക് വേണ്ടി 2 മിനിറ്റ് മൗനം ആചരിച്ചു. ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ചെയർമാൻ സതീഷ് നമ്പ്യാരും ചടങ്ങിൽ സംസാരിച്ചു. മീഡിയ 1 മസ്കത്ത്. ജവാന്റെ മൃതദേഹത്തിനരികെ നിന്ന് സെൽഫി എടുത്തതിൽ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനത്തിന്റെ വിശദീകരണം. തന്റെ ഓഫീസ് ചുമതലയുള്ളവരാണ് ചിത്രം അപ്ലോഡ് ചെയ്തതെന്ന് അദ്ദേഹം വിശദീകരിച്ചു. സോഷ്യൽ മീഡിയയിൽ വിമർശനം രൂക്ഷമായതിനെ തുടർന്ന് കണ്ണന്താനം ഫേസ്ബുക്കിൽ നിന്ന് ഫോട്ടോ പിൻവലിച്ചിരുന്നു. പുൽവാമ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച സൈനികൻ VV വസന്തകുമാറിന്റെ മൃതദേഹത്തിനരികെ നിന്നുള്ള ഫോട്ടോയായിരുന്നു അൽഫോൺസ് കണ്ണന്താനം ഫേസ്ബുക്കിലിട്ടത്. വസന്തകുമാറിനെ പോലുള്ള ധീര ജവാന്മാരുടെ ജീവത്യാഗം മൂലമാണ് നമുക്ക് സുരക്ഷിതരായി ജീവിക്കാൻ സാധിക്കുന്നത് എന്ന കുറിപ്പോടെയാണ് സെൽഫി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. സോഷ്യൽ മീഡിയ ഇതിനെ രൂക്ഷമായി വിമർശിച്ചതോടെ ഫേസ്ബുക്കിൽ നിന്ന് ഫോട്ടോ പിൻവലിച്ചു. ഇക്കാര്യത്തിലാണ് കണ്ണന്താനത്തിന്റെ വിശദീകരണം. മൃതദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുമ്പോൾ എടുത്ത ചിത്രം തന്റെ ഓഫീസിലേക്ക് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന വിഭാഗത്തിലേക്ക് ആരോ അയക്കുകയായിരുന്നു. അത് സെൽഫിയല്ല. മാത്രമല്ല ഇതുവരെ താൻ സെൽഫി എടുത്തിട്ടുമില്ല. ഇങ്ങനെ പോകുന്നു വിശദീകരണം. ചങ്ങനാശ്ശേരി SB ഹൈസ്കൂൾ ക്യാമ്പിലെ ഉറക്കം സോഷ്യൽ മീഡിയയിൽ ട്രോളായപ്പോൾ തന്റെ പേഴ്സണൽ സ്റ്റാഫാണ് താൻ ഉറങ്ങുന്ന ഫോട്ടോ പോസ്റ്റ് ചെയ്തത് എന്നായിരുന്നു കണ്ണന്താനത്തിന്റെ വിശദീകരണം. ജവാന്റെ മൃതദേഹത്തിനൊപ്പമുള്ള ഫോട്ടോ പോസ്റ്റ് ചെയ്തതിനെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ളവർ വിമർശിച്ചിരുന്നു. ഔചിത്യബോധം ഇത്തരം സന്ദർഭങ്ങളിൽ ഉത്തരവാദപ്പെട്ട ആളുകൾ പ്രകടിപ്പിക്കണം. ന്യൂസ് ഡെസ്ക് മീഡിയ 1.
മീഡിയ വണ്ണിന് പുതിയ മിഡിൽ ഈസ്റ്റ് ആസ്ഥാനം. ദുബായ് സിലിക്കൺ ഒയാസിസിൽ പുതിയ ആസ്ഥാനത്തിന്റെ ഉദ്ഘാടനം ഗൾഫ് മാധ്യമം ചീഫ് എഡിറ്റർ VK ഹംസ അബ്ബാസ് നിർവഹിച്ചു. IT പ്ലാസ സമുച്ചയത്തിൽ മീഡിയ വണ്ണിന് സ്വന്തമായുള്ള ഓഫീസിലായിരിക്കും ഇനി മിഡിൽ ഈസ്റ്റ് ആസ്ഥാനം പ്രവർത്തിക്കുക. ഗൾഫ് മാധ്യമം ചീഫ് എഡിറ്റർ VK ഹംസ അബ്ബാസ് ആണ് പുതിയ ആസ്ഥാനത്തിന്റെ വാതിലുകൾ സ്വിച്ച് ഓൺ ചെയ്തത്. UAEയിൽ സ്വന്തം ഓഫീസുള്ള മലയാളം ചാനൽ എന്ന അപൂർവ നേട്ടവും ഇതോടെ മീഡിയ വണ്ണിന് സ്വന്തമായി. സിലിക്കൺ ഒയാസിസ് അതോറിറ്റി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ മീഡിയ വൺ വൈസ് ചെയർമാൻ P. മുജീബുർ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. വസ്തുതകൾ മുറുകെ പിടിച്ച് ജനപക്ഷത്തോട് ചേർന്ന് നിൽക്കാൻ സാധിച്ചതാണ് മാധ്യമത്തിന്റെയും മീഡിയ വണ്ണിന്റെയും വിജയമെന്ന് അദ്ദേഹം പറഞ്ഞു. സാമ്രാജ്യത്വത്തിനും വർഗീയതയ്ക്കുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുമ്പോഴും വീഴ്ചകളുണ്ടായാൽ തിരുത്താൻ മടിക്കില്ലെന്ന് മുഖ്യപ്രഭാഷണം നിർവഹിച്ച ഗ്രൂപ്പ് എഡിറ്റർ O. അബ്ദുറഹ്മാൻ പറഞ്ഞു. ക്രിയാത്മക വിമർശനങ്ങളെ എപ്പോഴും സ്വാഗതം ചെയ്യും. ആളുകളൊക്കെ പറഞ്ഞു അതിൽ ജാതിയില്ല, മതമില്ല, മറ്റു കാര്യങ്ങളൊന്നുമില്ല, വെറും വ്യൂ എന്നല്ലേ പറയുന്നത്. എന്ത് തന്നെയായാലും മീഡിയ വൺ ഒരു വേറിട്ട ചാനലാണ്. പ്രഖ്യാപിത നേരും നന്മയും ഉയർത്തിപ്പിടിക്കുന്നതാണ് മീഡിയ വണ്ണിന്റെ വിജയമെന്ന് സാബിൽ പാലസ് അഡ്മിനിസ്ട്രേറ്റർ ഷംസുദ്ദീൻ ബിൻ മുഹിയുദ്ദീൻ അഭിപ്രായപ്പെട്ടു. അൽ അൻസാർ ഗ്രൂപ്പ് ചെയർമാൻ അദ്നാൻ മുഹമ്മദ് ബിൻ അബ്ദുള്ള, ഫാത്തിമ ഹെൽത്ത് കെയർ ഗ്രൂപ്പ് മേധാവി ഡോക്ടർ KP ഹുസൈൻ, മലബാർ ജ്വല്ലറി ഗ്രൂപ്പ് ഫിനാൻസ് ഡയറക്ടർ അമീർ, ഫ്ലോറ ഗ്രൂപ്പ് സാരഥി ഹസൻ, ഡോക്ടർ കാസിം, മീഡിയ വൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ TK ഫാറൂഖ്, ഡയറക്ടർമാരായ ഡോക്ടർ അഹമ്മദ് അബു അബ്ദുള്ള, എക്സിക്യൂട്ടീവ് കമ്മിറ്റി പ്രതിനിധികളായ അഡ്വക്കേറ്റ് മുഹമ്മദ് അസ്ലം, PC മൊയ്തു എന്നിവർ സംസാരിച്ചു. മിഡിൽ ഈസ്റ്റ് ഓപ്പറേഷൻസ് ഡയറക്ടർ മുഹമ്മദ് റോഷൻ സ്വാഗതവും മിഡിൽ ഈസ്റ്റ് എഡിറ്റോറിയൽ മേധാവി MCA നാസർ നന്ദിയും പറഞ്ഞു. മീഡിയ വൺ, ദുബായ്. സൗദി അരാംകോ ആരംഭിക്കാനിരിക്കുന്ന പെട്രോൾ പമ്പുകളുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നു. ഇതിന്റെ അന്തിമ കരാർ കഴിഞ്ഞ ദിവസം ഒപ്പുവച്ചിരുന്നു. 2021 പദ്ധതികൾ പൂർത്തിയാക്കും. സൗദി അരാംകോയും ഫ്രഞ്ച് എണ്ണ കമ്പനിയായ ടോട്ടലും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. അതും തുല്യ ഓഹരി പങ്കാളിത്തത്തോടെ. $1 ബില്യൺ മുതൽ മുടക്ക്. തുടക്കത്തിൽ നിലവിൽ രാജ്യത്തെ ഇന്ധന ചില്ലറ വ്യാപാര മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന കമ്പനികളുടെ 270 പമ്പുകൾ ഏറ്റെടുക്കും. ഇവയുടെ സേവന നിലവാരം ഉയർത്തുന്നതിന് സൗദി അരാംകോയും ടോട്ടലും ചേർന്ന് നവീകരിക്കും. ഇതിനു പുറമെ 2021 നൂറുകണക്കിന് പുതിയ പെട്രോൾ പമ്പുകളും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി തുറക്കും. ഉപഭോക്താക്കൾക്ക് അത്യാധുനിക സൗകര്യങ്ങളടങ്ങിയ സേവനം ഈ രംഗത്ത് ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യം. പദ്ധതി മുഖേന സ്വദേശികളും വിദേശികളുമായ ആയിരക്കണക്കിന് പേർക്ക് തൊഴിൽ ലഭ്യമാക്കാനും സാധിക്കും. മീഡിയ വൺ, ദമ്മാം. ഖത്തറിൽ 28 സ്വകാര്യ സ്കൂളുകളിൽ അടുത്ത അധ്യയന വർഷം മുതൽ ട്യൂഷൻ ഫീസ് വർദ്ധിപ്പിക്കും. ഇതിൽ 6 ഇന്ത്യൻ സ്കൂളുകളാണ്. 3 മുതൽ 10% വരെ ഫീസ് വർദ്ധിപ്പിക്കാനാണ് വിദ്യാഭ്യാസ മന്ത്രാലയം അനുമതി നൽകിയിരിക്കുന്നത്. വിവരങ്ങളുമായി PC സൈഫുദ്ദീനുണ്ട് ദോഹയിൽ നിന്നും. സൈഫ്, ഈ ട്യൂഷൻ ഫീസിലുള്ള വർധന ആളുകൾക്ക് കൂടുതൽ ഭാരമേൽപ്പിക്കുന്നതല്ലേ? എന്തൊക്കെയാണ് തീരുമാനങ്ങൾ? സന്ധ്യ, ഖത്തറിലെ ഇന്ത്യൻ സ്കൂളുകളിൽ ഈ അധ്യയന വർഷത്തെ പഠനം ഏറെക്കുറെ പൂർത്തിയാവുകയും അടുത്ത അധ്യയന വർഷം ആരംഭിക്കാൻ പോകുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ. അടുത്ത അധ്യയന വർഷം ചില ഇന്ത്യൻ സ്കൂളുകൾ ഉൾപ്പെടെയുള്ള ചില സ്വകാര്യ സ്കൂളുകളിൽ അടുത്ത അധ്യയന വർഷം മുതൽ ഫീസ് വർദ്ധിക്കും എന്ന വിവരം ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തുവിട്ടത്. 126 സ്വകാര്യ സ്കൂളുകളായിരുന്നു ഫീസ് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് അപേക്ഷ സമർപ്പിച്ചിരുന്നത്. ഇതിൽ 28 സ്കൂളുകളുടെ അഭ്യർത്ഥനയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രാലയം സ്വീകരിച്ചത്. ഈ 28 സ്കൂളുകൾക്ക് അടുത്ത അധ്യയന വർഷം മുതൽ ഫീസ് വർദ്ധിപ്പിക്കാനുള്ള അനുമതി നൽകിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ 28 സ്കൂളുകളിൽ 6 ഇന്ത്യൻ സ്കൂളുകളാണ്. 6 ഇന്ത്യൻ സ്കൂളുകളുടെ കാര്യം പറയാം. ഭവൻസ് പബ്ലിക് സ്കൂൾ അൽ വക്ര, ഓൾഡ് എയർപോർട്ടിലെ ഭവൻസ് പബ്ലിക് സ്കൂൾ, അൽ സലാത്തയിലെ ഭവൻസ് പബ്ലിക് സ്കൂൾ, ശാന്തിനികേതൻ ഇന്ത്യൻ സ്കൂൾ, ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ, നോബൽ ഇന്റർനാഷണൽ സ്കൂൾ. ഈ 6 സ്കൂളുകളാണ് ഖത്തറിൽ പ്രധാനമായും മലയാളി കുട്ടികളടക്കം കാര്യമായും പഠിക്കുന്നത്. ഈ സ്കൂളുകളിലാണ് 3 മുതൽ 10% വരെ അടുത്ത അധ്യയന വർഷം മുതൽ ഫീസ് വർദ്ധിക്കുക എന്ന് അറിയാൻ കഴിയുന്നത്. എന്നാൽ ഇത് കൃത്യമായി എത്രയായിരിക്കും എന്ന കാര്യം സ്കൂൾ മാനേജ്മെന്റ് തന്നെ അറിയിക്കേണ്ടതുണ്ട്. ഇവിടെ ഫീസ് വർദ്ധിപ്പിക്കാൻ വിവിധ ഘട്ടങ്ങളുണ്ട്. അതായത് വിവിധ കാരണങ്ങൾ മന്ത്രാലയത്തിന് മുന്നിൽ നിരത്തിയാൽ മാത്രമേ ഓരോ സ്കൂളുകൾക്കും ഫീസ് വർദ്ധിപ്പിക്കാൻ മന്ത്രാലയം അനുമതി നൽകുകയുള്ളൂ.
അതിനുള്ള കാരണങ്ങൾ സ്കൂളുകൾ നടത്താനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടോ നടത്തിപ്പിനുള്ള സാമ്പത്തിക കമ്മിയോ കൃത്യമായി മന്ത്രാലയത്തെ അറിയിക്കണം. 2, അക്കാഡമിക നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയാണ് ഫീസ് വർദ്ധിപ്പിക്കേണ്ടി വരുന്നത് എന്നുള്ള കാരണങ്ങൾ നിരത്തണം. മറ്റൊന്ന്, കെട്ടിടങ്ങൾ മാറ്റുന്ന സാഹചര്യം ഉണ്ടാവണം. വാടക നിരക്കിൽ വർധനമുണ്ടായ ഒരു സാഹചര്യങ്ങൾ വേണം. ഇത്രയും കാരണങ്ങൾ കൃത്യമായി മന്ത്രാലയത്തെ ബോധിപ്പിച്ച് അതിനാവശ്യമായ രേഖകൾ മന്ത്രാലയത്തിൽ എത്തിച്ചാൽ മാത്രമേ സ്കൂളുകൾക്ക് ഫീസ് വർദ്ധിപ്പിക്കാനുള്ള അനുമതി ഉണ്ടാവുകയുള്ളൂ. 126 സ്കൂളുകളിൽ 28 എണ്ണത്തിന് മാത്രമേ ഫീസ് വർദ്ധിപ്പിക്കാൻ അനുമതി നൽകിയിട്ടുള്ളൂ. ബാക്കി അപേക്ഷകളെല്ലാം മന്ത്രാലയം തള്ളിക്കളയുകയായിരുന്നു. അതായത് ബാക്കി സ്കൂളുകൾക്കൊന്നും ഇപ്പോൾ ഫീസ് വർദ്ധിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് കണ്ടെത്തി തന്നെയാണ് ആ അപേക്ഷകൾ തള്ളിയത്. എന്തായാലും ഇപ്പോൾ 6 സ്കൂളുകളിൽ അടുത്ത അധ്യയന വർഷം മുതൽ ഫീസ് വർദ്ധിക്കും. 3% മുതൽ 10% വരെയാണ് ഫീസ് വർധന ഉണ്ടാവുക. സന്ധ്യ. PC സൈഫുദ്ദീനാണ് ദോഹയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഖത്തറിലെ സ്കൂളുകളിൽ പുതിയ അധ്യയന വർഷത്തേക്കുള്ള രജിസ്ട്രേഷൻ നടപടികൾ മാർച്ച് 3 മുതൽ ആരംഭിക്കും. ഒക്ടോബർ 17 വരെയാണ് രജിസ്ട്രേഷൻ സമയം. ഖത്തർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലെ സ്വകാര്യ സ്കൂളുകളുടെ ലൈസൻസിംഗ് വിഭാഗം ഡയറക്ടർ ഹമദ് അൽ ഗാലിയാണ് പുതിയ രജിസ്ട്രേഷൻ തീയതി പ്രഖ്യാപിച്ചത്. മാർച്ച് 3 മുതൽ ഒക്ടോബർ 17 വരെയാണ് സ്കൂളുകളിലേക്കുള്ള പുതിയ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനുള്ള സമയം. വിദേശത്ത് നിന്നെത്തുന്ന വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ നടത്തുന്നതിനുള്ള കാലാവധി 2020 ജനുവരി അവസാനം വരെയാണ്. 2016 സെപ്റ്റംബർ 30 മുമ്പ് ജനിച്ച കുട്ടികൾക്കാണ് കിൻഡർ ഗാർട്ടനിൽ പ്രവേശനം ലഭിക്കുക. 1-ാം ക്ലാസ്സിലേക്കുള്ള പ്രവേശനത്തിന് 2014 സെപ്റ്റംബർ 30 മുമ്പ് ജനിച്ച കുട്ടികളുമാവണം. സ്വകാര്യ സ്കൂളുകളിലേക്കുള്ള പ്രവേശന നടപടികളും ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഓൺലൈൻ രജിസ്ട്രേഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. സ്വകാര്യ സ്കൂൾ മേഖലയിലെ സീറ്റ് അപര്യാപ്തത പ്രശ്നത്തിന് പരിഹാരം കാണുകയെന്ന ലക്ഷ്യത്തോടെ ഈ വർഷം മുതൽ 2 ഷിഫ്റ്റുകളിലായി അധ്യയനം ക്രമീകരിക്കാനും അനുമതിയായിരുന്നു. MES ഇന്ത്യൻ സ്കൂൾ, ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ, ശാന്തിനികേതൻ സ്കൂളുകളിലാണ് അടുത്ത അധ്യയന വർഷം മുതൽ 2 ഷിഫ്റ്റ് സമ്പ്രദായം ആരംഭിക്കുന്നത്. രാവിലെ മുതൽ ഉച്ചവരെ ഒരു ബാച്ചും ഉച്ചയ്ക്ക് ശേഷം അടുത്ത ബാച്ചും എന്ന രീതിയിലാണ് ഷിഫ്റ്റ് ക്രമീകരിച്ചിരിക്കുന്നത്. മീഡിയ 1 ദോഹ. രാജ്യത്ത് ഓടാൻ അനുമതിയുള്ള വാഹനങ്ങളുടെ പരമാവധി ഉയരം നിരപ്പിൽ നിന്ന് 4.5 മീറ്റർ മാത്രമേ പാടുള്ളൂവെന്ന് കുവൈത്തിൽ നിയമം. ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഖാലിദ് അൽ ജറാഹ് ആണ് ഗതാഗത നിയമത്തിൽ ഭേദഗതി വരുത്തിയ പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചത്. വാഹനങ്ങളുടെ പരമാവധി നീളം 12 മീറ്ററിൽ അധികമാവാൻ പാടില്ല. വീതി 260 സെന്റിമീറ്ററിൽ കൂടരുത്. റോഡ് ഗതാഗതം എളുപ്പമാക്കുന്നതിനായാണ് പുതിയ ഉത്തരവ്. ഉയരക്കൂടുതലും അമിത നീളവും കാരണം ചില വാഹനങ്ങൾ യാത്രാ തടസ്സത്തിന് കാരണമാകുന്നുവെന്ന കണ്ടെത്തലാണ് നിയമത്തിനാധാരം. ഇതനുസരിച്ച് പരിധി ലംഘിക്കുന്ന വാഹനങ്ങൾ കണ്ടുകെട്ടാൻ ട്രാഫിക് വിഭാഗത്തിന് സാധിക്കും. നിയമം എന്നു മുതൽ പ്രാബല്യത്തിലാകും എന്നത് സംബന്ധിച്ച് മന്ത്രാലയം വ്യക്തത വരുത്തിയിട്ടില്ല. നിലവിലുള്ള വാഹനങ്ങൾക്ക് പരിധി ബാധകമാണോ എന്നും ഉത്തരവിൽ വ്യക്തമല്ല. ഇത് സംബന്ധിച്ച അറിയിപ്പുകൾ പിന്നീടുണ്ടാകുമെന്നാണ് സൂചന. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ലോക കേരള സഭ ഉപസമിതികൾ മുന്നോട്ടുവെച്ച 10 നിർദ്ദേശങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. അതേസമയം പുനരധിവാസം ഉൾപ്പെടെയുള്ള അടിസ്ഥാന പ്രശ്നങ്ങളിൽ ശക്തമായ നടപടി സ്വീകരിക്കാൻ സർക്കാർ വിസമ്മതിക്കുകയാണെന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട്. ലോക കേരള സഭയുടെ ഉപസമിതികൾ നൽകിയത് 48 നിർദ്ദേശങ്ങളായിരുന്നു. ഇവ ക്രോഡീകരിച്ച് 10 എണ്ണമാക്കി ചുരുക്കിയാണ് അന്തിമ പട്ടിക തയ്യാറാക്കിയത്. നോർക്ക പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഇളങ്കോവനാണ് കഴിഞ്ഞ ദിവസം സമാപിച്ച ലോക കേരള സഭാ യോഗത്തിൽ ഇവ അവതരിപ്പിച്ചത്. പ്രവാസി നിക്ഷേപ കമ്പനി രൂപീകരണം, പ്രവാസി സഹകരണ സൊസൈറ്റി രൂപവൽക്കരണം, പ്രവാസി ബാങ്ക്, പ്രവാസി നിർമ്മാണ കമ്പനി, പ്രവാസി വനിതാ സെൽ, മൈഗ്രേഷൻ ഫെസിലിറ്റേഷൻ സെന്റർ, പ്രീ എംബാർക്ക്മെന്റ് ഓറിയന്റേഷൻ സെന്റർ, നൈപുണ്യ വികസനത്തിന് ഹൈപ്പവർ കമ്മിറ്റി രൂപവൽക്കരണം, ഇന്റർനാഷണൽ മൈഗ്രേഷൻ സെന്റർ, പ്രവാസി യുവകലോത്സവം, പ്രവാസികൾക്കായി പ്രസിദ്ധീകരണങ്ങൾ എന്നീ നിർദ്ദേശങ്ങൾക്കാണ് അന്തിമ പട്ടികയിൽ മുൻഗണന ലഭിച്ചത്. അതേസമയം ചർച്ചകൾക്കുപരി നടപടികൾക്ക് വേഗത പകരണമെന്ന് PK ബഷീർ MLA അഭിപ്രായപ്പെട്ടു. ഇതിൽ പ്രായോഗികമായി നടക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് അവിടെ വ്യക്തമാക്കേണ്ടത്. ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ചില ആവശ്യങ്ങളൊക്കെ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അതൊന്നും ഇപ്പോൾ ഇവിടെ വെച്ച് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നല്ല. നിക്ഷേപങ്ങൾ, ക്ഷേമ പദ്ധതികൾ, നൈപുണ്യ വികസനം, കലാസാംസ്കാരികം എന്നിങ്ങനെ 4 പ്രധാന വിഭാഗങ്ങളിലാക്കി സമർപ്പിച്ച നിർദ്ദേശങ്ങൾ നടപ്പാകുന്നതോടെ പ്രവാസികൾക്ക് ഏറെ ഗുണം ലഭിക്കുമെന്നാണ് സർക്കാർ വാദം. മീഡിയ 1 ദുബൈ.
മക്കയിൽ മസ്ജിദുൽ ഹറം പള്ളിക്ക് തൊട്ടുമുന്നിലെ ഹോട്ടലിന് തീപിടിച്ചു. ജബൽ ഉമറിലെ ഹോട്ടലിലെ പാർക്കിംഗ് നിലയിലാണ് തീ പടർന്നത്. സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥർ എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ആളപായമില്ല. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മുഴുവൻ ജീവനക്കാരെയും മാറ്റിയിട്ടുണ്ട്. വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ നിരവധി തീർത്ഥാടകരാണ് ഹോട്ടലിൽ താമസിച്ചിരുന്നത്. സംഭവത്തെക്കുറിച്ച് വിദഗ്ധ പരിശോധന നടത്തി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം തീർത്ഥാടകരെ തിരികെ പ്രവേശിപ്പിക്കും. മലയാളി ഡോക്ടേഴ്സ് അസോസിയേഷൻ സൗദി അറേബ്യയുടെ പ്രഖ്യാപനം അടുത്തയാഴ്ച ദമാമിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചലച്ചിത്ര നടൻ മനോജ് കെ ജയൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്കുള്ള സംഘടനയുടെ സഹായവും പരിപാടിയിൽ കൈമാറും. സൗദിയിൽ ആദ്യമായാണ് മലയാളി ഡോക്ടേഴ്സിന്റെ നേതൃത്വത്തിൽ കൂട്ടായ്മ രൂപീകരിക്കുന്നത്. ജനസേവനം ലക്ഷ്യമിട്ടാണ് കൂട്ടായ്മ. കർമ്മ 2019 എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിക്കുക. ചലച്ചിത്ര നടൻ മനോജ് കെ ജയൻ മുഖ്യ അതിഥിയായി എത്തും. ആവശ്യമുള്ള ആൾക്കാർക്ക് ഞങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഈ മലയാളി ഡോക്ടേഴ്സ് അസോസിയേഷൻ ഇവിടെ രൂപീകരിച്ചത്. ഈ വർഷത്തെ ഞങ്ങളുടെ സർവീസ് പ്രോജക്റ്റിൻ്റെ ഭാഗമായി 2 പേർക്ക് വീട് വെച്ചു കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ആ കാര്യവും അന്നത്തെ ദിവസം തന്നെ നടക്കുന്നതാണ്. അതിൻ്റെ ഉദ്ഘാടനവും മിസ്റ്റർ മനോജ് കെ ജയൻ തന്നെ നടത്തുന്നതാണ്. പ്രവിശ്യയിൽ 40 വർഷമായി ഡോക്ടർ സേവനം അനുഷ്ഠിക്കുന്ന ഡോക്ടർ ഉത്തൻ കോയയെ പരിപാടിയിൽ ആദരിക്കും. അടുത്ത വെള്ളിയാഴ്ച വൈകിട്ട് നടക്കുന്ന പരിപാടിയിൽ പ്രവേശനം സൗജന്യമായിരിക്കും. ഡോക്ടർമാരായ ആഷിഖ് കളത്തിൽ, അജി വർഗീസ്, പ്രിൻസ് മാത്യു, ഇസ്മായിൽ, ചാൾസ് പി ജോൺ, നിൻഷ ഫിർസ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 ദമാം. അവധിക്ക് നാട്ടിലേക്ക് പുറപ്പെട്ട മലയാളി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കുഴഞ്ഞു വീണു മരിച്ചു. മലപ്പുറം വള്ളിക്കുന്ന് പറമ്പിൽ പീടിക സ്വദേശി മുഹമ്മദ് ഷംസുദ്ദീൻ അറക്കലാണ് മരിച്ചത്. ദമാമിൽ നിന്നും ശ്രീലങ്കൻ എയർലൈൻസിൽ കൊച്ചിയിലെത്തിയതായിരുന്നു ഷംസുദ്ദീൻ. 16 വർഷമായ റിയാദിൽ ഒരു സ്ഥാപനത്തിൽ സെക്രട്ടറിയായി ജോലി ചെയ്തു വരികയായിരുന്നു. ഉംറ നിർവഹിക്കാനെത്തിയ ഇടുക്കി മേരികുളം സ്വദേശി നൂ പാറയ്ക്കൽ മക്കയിൽ നിര്യാതനായി. 62 വയസ്സായിരുന്നു. ഭാര്യ സെലീനയും കൂടെ ഉംറയ്ക്ക് വന്നിരുന്നു. 3 ദിവസമായി മക്കയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. 3 മക്കളുണ്ട്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഖബറടക്കം മക്കയിൽ നടന്നു. ഗ്രീക്ക് എംബസിയും ബ്രിട്ടീഷ് കൗൺസിൽ ഓഫ് സ്പോർട്ടും ചേർന്ന് കുവൈത്തിലെ ബ്രിട്ടീഷ് സ്കൂൾ സാൽവയിൽ സംഘടിപ്പിച്ച 6ാമത് ഇൻഡിപെൻഡൻസ് കപ്പ് അന്തർദേശീയ വോളിബോൾ ടൂർണമെന്റിൽ ടീം ഇന്ത്യ ചാമ്പ്യന്മാരായി. ടൂർണമെന്റിൽ ഇന്ത്യ, സിംബാബ്വെ, ഇംഗ്ലണ്ട്, റൊമേനിയ, ഫിലിപ്പീൻസ്, BSK, കുവൈത്ത്, ഫലസ്തീൻ എന്നീ ടീമുകൾ പങ്കെടുത്തു. അതിവാശിയേറിയ മത്സരത്തിൽ ടീം ഇന്ത്യ സെമി ഫൈനലിൽ റൊമേനിയയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി. കലാശ പോരാട്ടത്തിൽ ഇന്ത്യ കുവൈത്ത് ദേശീയ ടീമിനെ 2-1 പരാജയപ്പെടുത്തി. തൃശൂർ സ്വദേശി എവിൻ എഡ്വേർഡാണ് ഇന്ത്യൻ ടീമിനെ നയിച്ചത്. മത്സരശേഷം നടന്ന അനുശോചന ചടങ്ങിൽ പൊരുതി നേടിയ കപ്പ് നാടിനായി ജീവനൊടുക്കിയ BSF ജവാന്മാർക്ക് സമർപ്പിച്ചുകൊണ്ട് കളിക്കാർ രാജ്യസ്നേഹത്തിന്റെ മാതൃകയായി. ഖത്തർ ദേശീയ കായിക ദിനത്തിന്റെ ഭാഗമായി കൾച്ചറൽ ഫോറം സംഘടിപ്പിച്ച എക്സ്പാക്ട് സ്പോർട്ടീവ് വനിതാ വിഭാഗം മത്സരങ്ങളിൽ കാലിക്കറ്റ് സ്പോർട്സ് ക്ലബ്ബ് ചാമ്പ്യന്മാരായി. കേരള സീനിയർ വനിതാ വോളിബോൾ ടീം ക്യാപ്റ്റൻ ഫാത്തിമ റുക്സാന ചാമ്പ്യന്മാർക്കുള്ള ട്രോഫി വിതരണം ചെയ്തു. യൂത്ത് ഫോറം ഖത്തർ ഫസ്റ്റ് റണ്ണറപ്പും QKCA ഖത്തർ സെക്കൻഡ് റണ്ണറപ്പുമായി. യൂത്ത് ഫോറം ഖത്തറിന്റെ അജിത ശ്രീവത്സം വനിതാ വിഭാഗം വ്യക്തിഗത ജേതാവായി. ഗൾഫ് മാധ്യമം ഷാർജയിൽ ഒരുക്കിയ കമോൺ കേരള മേളയ്ക്ക് കൊടിയിറങ്ങി. 3 ദിവസം നീണ്ട പ്രദർശനത്തിൽ 2 ലക്ഷത്തിലേറെ സന്ദർശകരാണ് വിവിധ പരിപാടികൾ ആസ്വദിക്കാൻ എത്തിയത്. ഷാർജ എക്സ്പോ സെന്ററിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഷാർജ പോർട്ട് ആൻഡ് കസ്റ്റംസ് വിഭാഗം ചെയർമാൻ ഖാലിദ് അബ്ദുള്ള ബിൻ സുൽത്താൻ അൽ ഖാസിമിയും തുടക്കമിട്ട മേളയിൽ 17ലധികം വിനോദ പരിപാടികളും 25ലധികം ബിസിനസ് ചർച്ചാ വേദികളും സംഘടിപ്പിച്ചിരുന്നു. കലാപ്രകടനങ്ങളും വാണിജ്യമേളയും ഭക്ഷ്യമേളയും ആസ്വദിക്കാൻ മുൻ വർഷത്തെ റെക്കോർഡ് തിരുത്തി 2 ലക്ഷത്തോളം പേരെത്തി. കഴിഞ്ഞ വർഷം നമ്മൾ 1,60,000 പേരായിരുന്നെങ്കിൽ ഈ വർഷം അത് 2 ലക്ഷമായി മാറിക്കഴിഞ്ഞു. നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയുടെ പുറത്ത് നടക്കുന്ന കേരളത്തിന്റെ ഏറ്റവും വലിയ മഹോത്സവം. 2020 കൂടുതൽ പുതുമകളോടെ കമോൺ കേരള എത്തുമെന്ന് ഗൾഫ് മാധ്യമം ചീഫ് എഡിറ്റർ VK ഹംസ അബ്ബാസ് പ്രഖ്യാപിച്ചു. 2020 എന്നത് നമുക്ക് കമോൺ കേരള എന്നതിന് പകരം കമോൺ കേരള, കമോൺ ഇന്ത്യ ടു കേരള എന്ന മുദ്രാവാക്യവുമായാണ് നമുക്ക് വരാൻ പോകുന്നത്. കായിക ചിത്രയുടെ
40 സംഗീത വർഷങ്ങളെ വരച്ചുകാട്ടുന്ന ചിത്രവർഷങ്ങൾ എന്ന പരിപാടിയോടെയാണ് മേളയ്ക്ക് തിരശീല വീണത്. എല്ലാത്തരം ആസ്വാദകരുടെയും മനസ്സ് നിറച്ചാണ് മറ്റൊരു കമോൺ കേരളയ്ക്ക് കൂടി കൊടിയിറങ്ങുന്നത്. ഷാർജ എക്സ്പോ സെന്ററിൽ നിന്നും മൊയിനുദ്ദീനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1. സൗദിയിൽ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ നാഷണൽ കമ്മിറ്റി സംഘടിപ്പിച്ച 3 മാസം നീളുന്ന സംഘടനാ ക്യാമ്പയിൻ പുരോഗമിക്കുന്നു. ഇതിന്റെ ഭാഗമായി ബുറൈദയിൽ ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഡോക്ടർമാരും പൊതുപ്രവർത്തകരും പങ്കാളികളായി. നേർബദ്ധത്തിൽ കരുത്തോടെ എന്ന ശീർഷകത്തിലാണ് ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ ത്രൈമാസ ക്യാമ്പയിൻ. ഇതിന്റെ ഭാഗമായി ബുറൈദ യൂണിറ്റാണ് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. ഉനൈസയിലെ ജനറൽ ഫിസിഷ്യൻ ഡോക്ടർ ലൈജു പരിപാടിയിൽ ക്ലാസ് എടുത്തു. ബുറൈദ ജാലിയാത്ത് ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി. നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. അബ്ദുൽ ഹക്കീം ഫാറൂഖി ഉദ്ഘാടനം ചെയ്തു. അബ്ദുൽ സലാം വെള്ളറക്കാട്, അഹമ്മദ് ഷാജ്മീർ നദ്വി, സുൽഫീഖർ ഒറ്റപ്പാലം എന്നിവർ നേതൃത്വം നൽകി. ശിഹാബ് പുക്കിപ്പറമ്പ്, മീഡിയ 1, ബുറൈദ. ധനവിനിമയ രംഗത്തെ ഒമാനിലെ പ്രമുഖ സ്ഥാപനമായ മജാൻ എക്സ്ചേഞ്ചിന്റെ പേര് ജോയ് ആലുക്കാസ് എക്സ്ചേഞ്ച് എന്നാക്കി. ഷെറാട്ടൺ ഒമാൻ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ജോയ് ആലുക്കാസ് പുതിയ ബ്രാൻഡ് നെയിം അനാവരണം ചെയ്തു. GCCയിലെ എക്സ്ചേഞ്ച് ബിസിനസ് രംഗത്ത് ഗ്രൂപ്പ് കമ്പനിയുടെ ബ്രാൻഡ് നെയിം ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായാണ് റീബ്രാൻഡിംഗ്. 2014 ജനുവരിയിൽ 2 ശാഖകളുമായി പ്രവർത്തനം ആരംഭിച്ച മജാന് ഇന്ന് ഒമാന്റെ വിവിധ ഭാഗങ്ങളിലായി 21 ശാഖകളുണ്ട്. പിന്നിട്ട വർഷങ്ങളിൽ ഒമാനിലെ എക്സ്ചേഞ്ച് വിഭാഗത്തിന് നല്ല വളർച്ചാ നിരക്ക് കൈവരിക്കാൻ സാധിച്ചതായി അനാവരണ ചടങ്ങിന് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ ഗ്രൂപ്പ് ചെയർമാൻ ജോയ് ആലുക്കാസ് പറഞ്ഞു. ഒമാൻ, UAE, കുവൈറ്റ് എന്നിവിടങ്ങളിലായി നിലവിൽ 42 എക്സ്ചേഞ്ചുകളാണ് ഗ്രൂപ്പിനുള്ളത്. 2022ഓടെ ഇത് 100ആയി ഉയർത്തുകയാണ് ലക്ഷ്യം. മജാൻ എക്സ്ചേഞ്ച് ആയിരുന്നു നമ്മൾ ഇത്രയും കാലം 3 കൊല്ലം ഇവിടെ തുടങ്ങിയിട്ട്. ഇത് ജോയ് ആലുക്കാസ് ഗ്രൂപ്പിൻ്റെ അടിയിൽ വരുന്നതിന് മുമ്പ് ഹട്ടൺ നാഷണൽ ബാങ്കിൻ്റെ കയ്യിലായിരുന്നു. വി ടുക്ക് ഓവർ couple of years back. Now full-fledged change, we are changing from Majan Exchange to Joy Alucas Exchange. ഭാവി വികസന പദ്ധതികളിൽ സുപ്രധാന സ്ഥാനമാണ് ഒമാനുള്ളതെന്ന് ജോയ് ആലുക്കാസ് എക്സ്ചേഞ്ച് ഡയറക്ടർ ആന്റണി ജോസ് പറഞ്ഞു. ഒമാനിലെ ഉപഭോക്താക്കൾക്കായി ഇൻഷുറൻസ് പരിരക്ഷ ഉൾപ്പെടെ ആരംഭിക്കാനും പദ്ധതിയുണ്ട്. ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോൺ പോൾ ആലുക്കാസ്, എക്സ്ചേഞ്ച് വിഭാഗം ഒമാൻ കൺട്രി ഹെഡ് നിക്സൺ ബേബി, സ്പോൺസർ അബ്ദുൾ അസീസ്, സലൈം, സയ്യിദ് അൽ റവാഹി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1, മസ്കത്ത്. ഖത്തറിലെ നാടൻ പാട്ട് സംഘമായ കനൽ ഖത്തർ ഏർപ്പെടുത്തിയ കനൽ ഖത്തർ പ്രതിഭാ പുരസ്കാരം ബൈജു മലനടയ്ക്ക്. നാടൻ പാട്ട് രംഗത്തെ സമഗ്ര സംഭാവന മുൻനിർത്തിയാണ് പുരസ്കാരം. മാർച്ച് 2-ന് ICC ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് പുരസ്കാരം വിതരണം ചെയ്യും. കേരള നാട്ടുകലാകാരന്മാരുടെ കൂട്ടം മുഖ്യരക്ഷാധികാരി രമേശ് കരിന്തലക്കൂട്ടം മുഖ്യാതിഥിയാകും. വാമൊഴിയാട്ടം നാടൻപാട്ട് മത്സരത്തിന്റെ ഫൈനലും ചടങ്ങിൽ വെച്ച് നടക്കും. നാടൻപാട്ട് കലാകാരന്മാരും മത്സരാർത്ഥികളും ചേർന്നൊരുക്കുന്ന നാടൻ കലകളുടെ ദൃശ്യാവിഷ്കാരവും നാടൻപാട്ട് അവതരണവും ചടങ്ങിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു.